ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ മലയാളത്തിലെ കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാൽ ഗസ്റ്റ് റോളിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചില ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് മനുവങ്കിൾ. ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന വേഷം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മനുവങ്കിൾ. ഈ ചിത്രത്തിൽ മോഹൻലാലെന്ന താരമായി തന്നെ വന്ന് ഓഡിയൻസിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന ഒരു അപ്പിയറൻസ് ആയിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മികച്ച സാമ്പത്തിക വിജയമാണ് നേടിയത്. സമ്മർ ഇൻ ബത്ലഹേം. സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഇന്നും മലയാളികൾ ഇഷ്ടപ്പെടുന്ന നിരഞ്ജൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയത്. അച്ഛനെയാണ് എനിക്കിഷ്ടം. സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാലിന് ഒരു രക്ഷകന്റെ റോളാണ് ഉണ്ടായിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. മിഴികൾ സാക്ഷി. അശോക് ആർനാഥിന്റെ സംവിധാനത്തിൽ സുകുമാരി നായികയായി പുറത്തിറങ്ങിയ ചിത്രമാണിത്. ബോക്സ് ഓഫീസിൽ ചിത്രം വലിയ വിജയമായിരുന്നില്ല. ആദി. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആദി. ഈ ചിത്രത്തിൽ മോഹൻലാൽ എന്ന നടനായി തന്നെയാണ് കെമിയോ ചെയ്തിട്ടുള്ളത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് നേടിയെടുത്തത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകൾ കമന്റ് ബോക്സിൽ ചേർക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കായി ഷെയർ